ഹലോ, ഹാപ്പി സൺഡേ. എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ? ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി. ഒരു സെറ്റ് വിൻറ്റേജ് തീമിലുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് ചെയ്തെടുക്കാം. ഇത് വിൻറ്റേജ് വിൻറ്റേജ് ജേണൽ സെറ്റിൻ്റെ സീരീസിലുള്ള പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് മാത്രമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? നമ്മൾ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതുപോലെ ഏകദേശം വിൻറ്റേജ് ഒരു വൈബൊക്കെ വരുന്ന തരത്തിലുള്ള കളേഴ്സ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ A4 ഷീറ്റിലോ അല്ലെങ്കിൽ നോർമൽ പഴയ കഴിഞ്ഞ വർഷത്തെ ബുക്കിൻ്റെ പേപ്പേഴ്സിലൊക്കെ കളർ ചെയ്ത് ഉണക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കളേർഡ് പേപ്പേഴ്സൊക്കെ കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വൈറ്റ് പേപ്പറിലൊക്കെ നമ്മളിങ്ങനെ വിൻറ്റേജ് പാറ്റേൺസൊക്കെ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സും സംഗതികളൊക്കെ എടുക്കുമ്പോൾ അതിന് ആ ഒരു വിൻറ്റേജ് വൈബ് കിട്ടാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കളർ പേപ്പറിലാകുമ്പോൾ കുറച്ചുകൂടെ ഒരു എഫക്റ്റീവാണ് കേട്ടോ. അതുകൊണ്ടാണ് ആദ്യമേ അങ്ങനെ കുറച്ച് ചെയ്ത് ഉണക്കിയൊക്കെ വെച്ച് ഒറ്റയടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിനും ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിൽ ആദ്യത്തെ കൈൻഡ് ഓഫ് സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കോയിൻസ്, കയ്യിലുള്ള ഏത് കോയിൻസ് വേണമെങ്കിലും എടുക്കാം. കോയിൻസ് വെച്ചിട്ട് ഇതുപോലെ അടിയിൽ വെച്ച് ട്രേസ് ചെയ്യില്ലേ? ഞാനൊക്കെ എൻ്റെ സ്കൂൾ കാലത്ത് ചെയ്തതാണ്, പഴയ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഞാനിതിൽ കളർ പേപ്പറാണ്, കളർ പെൻസിൽസാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ അതില്ല വെച്ചാൽ നോർമൽ പെൻസിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. എങ്ങനെയായാലും അത് അടിപൊളിയാണ്. ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, ശരിക്കും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്റ്റിക്കറിനെ പോലെ കുറച്ച് സ്പേസൊക്കെ വിട്ട് കട്ട് ചെയ്തെടുക്കുമല്ലോ. കട്ട് ചെയ്തെടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് കളറും കൂടെ ചെയ്തുകൊണ്ടാണ് അത്ര ഭംഗി. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ബുക്ക് ചെയ്ത ഒരു ഫീല് അങ്ങനെ വന്നേനെ. ഇത്ര ഭംഗിയിട്ടില്ലായിരുന്നു. പക്ഷേ കളർ പേപ്പർ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയിട്ട്. ഇതാണ് ഏതായാലും ഒന്നാമത്തെ സെറ്റ് സ്റ്റിക്കേഴ്സ്. ഓരോ സെറ്റിലും ഞാൻ 4 5 ഒക്കെ വെച്ചിട്ട് അങ്ങനെ 4 സെറ്റാണ് ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും അതാണ് ഒന്നാമത്തെ സെറ്റ്. ഇതെൻ്റെ ഒരു കഫ് സിറപ്പിൻ്റെ ഏതോ കാലത്ത് വാങ്ങിയ പഴയൊരു കഫ് സിറപ്പിൻ്റെ അടപ്പാണ്. ഒന്നും കളയാറില്ലല്ലോ, എല്ലാം എടുത്തു വെക്കും. പക്ഷേ കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കാറൊന്നുമില്ല. അതൊരു കഫ് സിറപ്പിൻ്റെ കുറച്ച് അടപ്പിലൊക്കെ ഉണ്ട്. എന്തായാലും അത് വേറെ ഒരു കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് സർക്കിൾസ് ഉണ്ടാക്കിയെടുക്കാം. കഫ് സിറപ്പിൻ്റെ അടപ്പിൻ്റെ അറ്റമൊക്കെ അത്രയും വീതിയില്ലല്ലോ, ഭയങ്കര നേർത്തിയായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഒറ്റ ഇതിൽ ചിലപ്പോൾ നല്ല സർക്കിളൊന്നും കിട്ടണമെന്നില്ല. പക്ഷേ ഇങ്ങനെ പതിപ്പിച്ച് കൊടുത്താൽ മതി. അത് ഇങ്ങനെ 2-3 സർക്കിളായിട്ടും ഭയങ്കര ഭംഗിയില്ലാണ്ടും ഒക്കെ വന്നാലും അതിനൊരു വേറൊരു ഭംഗിയാണ് ഇല്ലേ? ഇംപെർഫെക്ഷനും ഒരു ഭംഗിയുണ്ടല്ലോ, അത് കേട്ടോ. എന്തായാലും എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് കോട്ട്സൊക്കെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം, എന്തെങ്കിലുമൊക്കെ എഴുതുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇച്ചിരിയോടൊരു വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എഴുത്തുണ്ടല്ലോ അതൊന്ന് സ്പ്രെഡായതുപോലെയൊക്കെ നമുക്ക് തോന്നും. അതായത് ഒരു പഴയകാല ഒരു പഴമയൊക്കെ തോന്നുന്നു അങ്ങനെ. പിന്നെ ഇതെന്താ മൂന്നാമത്തെ സ്റ്റെപ്പ്, അതാണ് രണ്ടാമത്തെ ഒരു സെറ്റ് കേട്ടോ. ഇത് മൂന്നാമത്തെ സെറ്റാണ്. ഇതിന് ഞാനൊരു ബുക്കിൻ്റെ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അത് ജസ്റ്റ് ഞാൻ ആദ്യം അതിലൊരു ജഗ്ഗോ അല്ല എന്തോ ഒന്ന് വരച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ ഒരു ഭരണിയുടെ പടമാണത്, അതൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ ഇച്ചിരി പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ആ ഭരണിക്ക് ഇച്ചിരി കളർ വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഒരു കോയിൻ വെച്ചിട്ട് ആദ്യം ഞാൻ കൈ കൊണ്ടൊരു വട്ടം വരയ്ക്കാൻ ശ്രമിച്ചു, അത് വട്ടമായില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കോയിൻ വെച്ചിട്ട് ഒരു വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നനഞ്ഞ പേപ്പറിൽ ഇതുപോലെ നമ്മൾ ജെൽ പേന കൊണ്ട് എന്തെങ്കിലും വട്ടമൊക്കെ വരയ്ക്കുമ്പോൾ അതൊന്ന് സ്പ്രെഡാവും. അങ്ങനെ സ്പ്രെഡായിട്ടൊരു പഴമയൊക്കെ തോന്നും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, കളർ പെൻസിൽസ് വെച്ചിട്ട് കുറച്ച് കളേഴ്സൊക്കെ കൊടുത്തതിന് ശേഷം ഒരു വട്ടം അതിന് മേലെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്, അങ്ങനെയും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബ്രൗൺ പേപ്പർ ഇല്ലാണ്ട് എന്ത് വിൻറ്റേജ് ജേർണലിംഗ് അല്ലേ? എല്ലായിടത്തും ഉള്ളൊരു സംഭവമാണിത്. അതിലും ഇതുപോലെ കുറച്ച് സർക്കിൾസൊക്കെ വരച്ച് കളർ പേപ്പർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കളർ പെൻസിലുണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പടമൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. ജസ്റ്റ് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. 1-2 ഞാൻ പൂ പോലെയും പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. എന്നിട്ട് പിന്നെ ഇവന്മാരെയൊക്കെ ഇതുപോലെ കുറച്ച് സൈഡിൽ കുറച്ച് സ്ഥലം വിട്ടിട്ട് വെട്ടിയെടുക്കുക. ഞാൻ ഫെവിക്കോൾ വെച്ച് എല്ലാം പുറകിലൊന്ന് ഫെവിക്കോൾ വെച്ച് ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. ഉണക്കിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ പെർമനൻറ്റ് മാർക്കർ കൊണ്ട് സ്റ്റിക്കേഴ്സിനൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗി കാണാം. നമ്മുടെ സെറ്റിൽ വെക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്തൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കവറിലിട്ടിട്ട് നമുക്കതിൽ വെച്ചാലും മതി കേട്ടോ. യൂസ് ചെയ്യുന്ന സമയത്ത് പശ തേച്ചാലും മതി. എന്നിട്ട് എല്ലാത്തിലും ഒട്ടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു വിൻറ്റേജ് വൈബൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ വെട്ടിയും കട്ട് ചെയ്തും കോട്ട്സൊക്കെ എഴുതിയും ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മടിക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ഒക്കെ ചെയ്യണേ. ഏത് സ്റ്റിക്കറാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ.